അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങു ഭഗവാനേ ജയിക്കുക. ഈ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ഇങ്ങനെ യോഗങ്ങളെ പലപ്പോഴും മൂന്നായിട്ട് തിരിച്ചു പറയാറുണ്ട്. എനിക്ക് ഭക്തിയാണിഷ്ടം, എനിക്ക് ജ്ഞാനമാണിഷ്ടം, എനിക്ക് കർമ്മമാണിഷ്ടം എന്നൊക്കെ എല്ലാവരും വേർതിരിച്ച് പറയാറുണ്ട്. പക്ഷേ ഇത് മൂന്നും ഒരിക്കലും വേർതിരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ജ്ഞാനമില്ലാതെ ഒരിക്കലും ഭക്തി ഉണ്ടാവില്ല. ഇപ്പം നമുക്കൊരാളോട് വളരെ ആഴത്തിൽ സ്നേഹം തോന്നുന്നത് നമ്മുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന എന്തോ ഒന്ന് അദ്ദേഹത്തിലുള്ളത് അറിഞ്ഞ് അതുമായിട്ട് പാരസ്പര്യപ്പെടുമ്പോഴാണ്. വെറുതെ സ്നേഹം വരില്ല ഒന്നിനോടും. ഇപ്പോൾ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു സൂര്യോദയം കാണാൻ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഒരു സൂര്യനിങ്ങനെ കടലിൽ നിന്ന് മെല്ലെ ഉദിച്ചു വരുന്നു. ചുറ്റുപാടുമുള്ള ആകാശവിധാനങ്ങളിൽ ഇങ്ങനെ കർപ്പൂരം വിതറിയ പോലെ ഇങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ ആകാശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ ദൈവമേ എന്ന് വിളിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച തൻ്റെ മുമ്പിലുള്ള തൻ്റെ ഹൃദയഹാരിയായ മനോഹരമായൊരു കാഴ്ച അനുഭവമായി തീരുമ്പോഴാണ് ആ ജ്ഞാനത്തിൽ നിന്നാണ് അനുഭവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മൗനാത്മകരായി പോകുമ്പോൾ നമ്മൾ അറിയാതെ വിളിച്ചു പോകുന്നതാണ് ദൈവമേ എന്ന്. ദൈവമേ എന്ന് വെറുതെ വിളിച്ചാലൊന്നും വരില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിനെ ഉണർത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവമേ എന്ന് വിളിക്കുക. അപ്പം ജ്ഞാനം എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ ഉണ്ടാകുമ്പോഴാണ് അതിൽ നിന്നൊരു ഭക്തി ഉണർന്നു വരിക. ആ ഭക്തി ഉണർന്നു വരുമ്പോഴാണ് നമ്മുടെ കർമ്മം സാത്വികമായി മാറുക. അപ്പം ഇത് മൂന്നും വേർതിരിക്കാനാവാത്ത വിധം അഭേദ്യമായിട്ടിരിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെയൊക്കെ അറിവിൻ്റെ വിവിധ തലങ്ങളെ നമ്മൾ അവതരിപ്പിച്ചു പോന്നു. തൻ പലതായി കാണുന്ന ലോകങ്ങളിലെല്ലാം ഒന്നായി നിറഞ്ഞിരിക്കുന്ന ഒരു പൊരുളുണ്ടെന്നും ആ പൊരുളിനെ സൂക്ഷ്മമായി ഭക്തി നിറഞ്ഞ ഹൃദയത്തോടെ അന്വേഷിക്കണമെന്ന് നമ്മൾ കണ്ടു. ആഴിയിൽ നിന്ന് അന്യമായി തിരയില്ല എന്നും തിരയെ ഉണ്ടാക്കുന്നത് അവൻ്റെ മഹിമയാണെന്നും അതിൻ്റെ ആഴമായിട്ടിരിക്കുന്നതും ദൈവമാണെന്നും നമ്മൾ പറഞ്ഞു. 3 കാലങ്ങളായി വിരിഞ്ഞു നിൽക്കുന്നതും സത്യവും ജ്ഞാനവും ആനന്ദവുമായിട്ടിരിക്കുന്നത് ദൈവമാണ്. ഇങ്ങനെ അറിവിൻ്റെ വൈകാരികവും ബൗദ്ധികവുമായിട്ടുള്ള ഒരു സഞ്ചാരത്തിലൂടെ നമ്മൾ ഒരു മൗനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ മൗനത്തിൽ നമ്മൾ അമർന്നിരിക്കുമ്പോൾ നമ്മുടെ അകമെന്നോ പുറമെന്നോ ഇല്ലാത്ത വിധം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹിമാവിനെ നമ്മൾ അനുഭവിക്കും. തികച്ചും മൗനാത്മകമായ, ആർദ്രമായ, അരുൾ നിറഞ്ഞ, ധന്യമായിട്ടുള്ള ആ ഒരു ആന്തരിക അനുഭവത്തിൽ നമ്മളായിരിക്കുന്ന സമയത്ത് നമ്മളറിയാതെ പ്രാർത്ഥിച്ചു പോകും. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. പിന്നെ നമുക്ക് ആ അനുഭവത്തെ പുകഴ്ത്താതിരിക്കാൻ പറ്റില്ല. നമ്മളറിയാതെ അപ്രിഷ്യേറ്റ് ചെയ്തു പോകും. നമ്മൾ ഒരു ഉദാത്തമായ ഒരു അനുഭവത്തെ കാണുമ്പോഴാണ് അപ്രിസിയേഷൻ വരിക. വെറുതെ അപ്രിസിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നിനെയും. ഒരാൾ നല്ലൊരു ചിത്രം വരച്ചാൽ വാ വളരെ മനോഹരമായിരിക്കുന്നു, നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു പോകും. അതുപോലെ നമ്മളിൽ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ ഉണർന്നിരിക്കുന്ന ആ മൗനത്തിലേക്ക് നിമീലിതമായി പോയപ്പോൾ അതുവരെ ഞാൻ പലതായി കണ്ടിരുന്നതെല്ലാം, അതുവരെ ഞാൻ അന്യമായി കണ്ടിരുന്നതെല്ലാം അന്യമല്ല, അത് സമയാണ്, അത് എന്നോട് ചേർന്നിരിക്കുന്നതാണ്, എന്നിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നതാണ്, ഞാൻ തന്നെയാണ് എന്ന ഒരു ഉണർവിലേക്ക് നമ്മുടെ ബോധം വികസിക്കുമ്പോൾ അകമെന്നോ പുറമെന്നോ ഇല്ലാത്ത തരത്തിൽ ഉദാത്തമായ ധന്യതയിൽ നമ്മൾ ആമഗ്നമായി പോകുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും, നമ്മുടെ ഹൃദയം വിടർന്നു പോകും. നമ്മളറിയാതെ പുകഴ്ത്തും. ആ വെളിച്ചത്തോട് നമ്മൾ പറയും, പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങു ഭഗവാനേ ജയിക്കുക. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെളിച്ചമായിരുന്ന് സർവ്വതിനും വെളിച്ചം കൊടുക്കുന്ന ഭഗവാനെ നീ ജയിക്കുക, നീ എന്നും എൻ്റെ ഉള്ളിൽ
മുറിയാതെ നിലനിൽക്കുക എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങു ഭഗവാനേ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക. പിന്നെ നമ്മൾ ആ ഒരു അകവും പുറവും തിങ്ങി നിൽക്കുന്ന ആ പൊരുളിൽ, ആ മൗനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വീണ്ടും പ്രാർത്ഥന തുടരും. ജയിക്കുക മഹാദേവ. മഹത്തായ വെളിച്ചമായിരിക്കുന്നവനെ. ഒരു വെളിച്ചമായിട്ടാണ് നമ്മൾ ആന്തരികതയിൽ ആ സൗന്ദര്യബോധത്തെ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ പ്രകാശിച്ചു നിൽക്കുന്ന ആ ദൈവാനുഭവത്തെ അല്ലെങ്കിൽ ആ സൗന്ദര്യാനുഭവത്തിലേക്ക് അതിൽ നിന്ന് മനസ്സ് വിടർത്താതെ അതിൽ നിറഞ്ഞു നിന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ജയിക്കുക മഹാദേവ. എൻ്റെ ഉള്ളിൽ പ്രകാശമായിരിക്കുന്ന ആ മഹാപ്രകാശമേ, നീ ജയിക്കുക. ദീനാവനപരായണ. ശോകമോഹങ്ങൾ കൊണ്ട് ദീനമനുഭവിക്കുന്നവർക്ക് ആശ്രയമായിരിക്കുന്നവനെ, അല്ലെങ്കിൽ എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവനെ, ഈ വെളിച്ചം കൊണ്ട് മാത്രമേ എനിക്ക് സുഖം എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. നമ്മൾ ദൈവദശകത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവമേ എന്ന് വിളിച്ചു തുടങ്ങുകയും സുഖം എന്ന് പറഞ്ഞ് അവസാനിക്കുകയും ചെയ്യുന്നതാണ് ദൈവദശകമെന്ന്. അപ്പോൾ സുഖം എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ അർത്ഥം ദ്യോതിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഘം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം. എപ്പോഴാണോ നമ്മുടെ ബോധാകാശം വികസിച്ച് അതിരുകളില്ലാത്ത വിധം വികസിക്കുന്നത്, അപ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് സുഖം. അപ്പോൾ എന്ന് പറഞ്ഞാൽ വികസിക്കുക എന്നർത്ഥം. എപ്പോഴാണോ നമ്മളുടെ ബോധം ചുരുങ്ങി ഞാൻ എന്നും എൻ്റേതെന്നും മാത്രം പറയുന്ന ഒരു സങ്കുചിതമായ ഇടുങ്ങിയ ലോകമായി മാറുന്നത്, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ദുഃഖം. ധൂ എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നർത്ഥം. അപ്പോൾ ധൂ ആയിരിക്കുന്ന നമ്മുടെ ബോധത്തെ സു ആയിരിക്കുന്ന ഒരു ബോധത്തിലേക്ക് വികസിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. അപ്പോൾ നമ്മുടെ ചുരുങ്ങിയിരുന്ന ഒരു ബോധാകാശം വികസിച്ച് വന്ന് അത് സുഖം ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ എല്ലാ ശോകങ്ങൾക്കും എല്ലാ മോഹങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ശോകമോഹാദികൾക്കും കാരണമായിരിക്കുന്ന അന്ധത്വം അകന്നു പോകണമെങ്കിൽ ബോധത്തിന് വികാസമുണ്ടാവണം. ബോധത്തിന് വികാസമുണ്ടാകുന്ന രീതിയിൽ പ്രാർത്ഥനാന്വിതമായിട്ട് മാറണം നമ്മുടെ ജീവിതം എന്ന്. അപ്പോൾ എല്ലാ ദീനങ്ങൾക്കും എല്ലാ ശോകങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും ആശ്രയമായിട്ടിരിക്കുന്ന, ആ ദുഃഖത്തിനെ അകറ്റുന്നതിന് ആശ്രയമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യുന്ന ഏക ആശ്രയത്വം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ അനുഭവിക്കുന്ന ഈ മൗനം മാത്രമാണ്. അതുകൊണ്ട് എന്നെന്നും എപ്പോഴും ഈ മൗനം എന്നിൽ, ഈ ആനന്ദം അല്ലെങ്കിൽ ഈ ഒരു ഉണർവ് എന്നിൽ മുറിയാതെ തുടരാനുള്ള ഒരു കരുണ